മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ചേരുകയാണ്. മത്സര രംഗത്ത് സജീവമാകാൻ പോവുകയാണ്. നാളെ മുതൽ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെയും നീതിയുടെ ഒരു പോരാട്ടമാണ്. ഇവിടെ നീതി പുലരണം, ധർമ്മം ജയിക്കണം, അഴിമതി ഒഴിയണം. ഇതാണ് BJPയുടെ ഈ 67 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിലൂടെ BJP അടുത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുവരെ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത് കഴിഞ്ഞതിന് ശേഷം ഈ നിലവിൽ 10-65 വർഷക്കാലം ഭരിച്ച ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിച്ച കോർപ്പറേഷൻ്റെ അഴിമതിയുടെ നേർചിത്രം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം. 35 വാർഡിൽ തുടങ്ങി ഇന്ന് 101 വാർഡിൽ ഈ കോർപ്പറേഷൻ എത്തി നിൽക്കുന്നുവെങ്കിൽ, പക്ഷെ ആ എത്തി നിൽക്കുമ്പോഴും വേണ്ടത്ര വികസനങ്ങളൊന്നും തന്നെ ഈ 101 വാർഡിനും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നാളെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മെട്രോ സിറ്റി ഉണ്ടായിട്ട് പോലും, പ്രഖ്യാപിച്ചിട്ട് പോലും ആ ഫണ്ട് പോലും വകമാറ്റി ചിലവാക്കി അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ വേസ്റ്റ് ചെയ്യുന്ന നിലപാടിലൂടെ നമ്മൾ കാണുന്നത്. ഇത് മുഴുവനും ഞങ്ങൾ ഉയർത്തി കാണിക്കാൻ പോവുകയാണ്. ഈ നടക്കാത്ത പൊങ്കാല, ആ പൊങ്കാലയിലെ അഴിമതി, അതുപോലെ തന്നെ ടാക്സ് വെട്ടിപ്പ്, പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഫണ്ട് തട്ടിപ്പ്, ഈ കട്ടിൽ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ യഥാർത്ഥ ഉപഭോക്താക്കൾ കട്ടിൽ കൊടുക്കാത്തത്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും, എല്ലാ വികസന പ്രവർത്തനങ്ങളും നേരായ വഴിക്ക് നടത്താത്ത ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ്റെ ഭരണം തിരിച്ചുപിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വരുന്ന ഇലക്ഷനിൽ പൂർണ്ണമായും മുഴുവൻ സീറ്റും പിടിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വരാൻ പോവുകയാണ്.